ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ദിവസമാണ്. തന്നെയുമല്ല, നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആന്റണി സാറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെ മാനേജ് ചെയ്യണം, അത് മൈൻഡ്ഫുൾനെസ്സിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എങ്ങനെ. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സെഷനാണ് ഇന്ന് എടുക്കുന്നത്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പാർട്ട്നേഴ്സിനെ എങ്ങനെ മൈൻഡ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഒരു വിഷയം വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ള സാഹചര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ. തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇതിനു മുമ്പ് നടന്ന സെഷൻസ് എല്ലാം നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ മാനേജ് ചെയ്യുന്ന രീതികളാണ്. അത് ഓരോ രീതികളിൽ, ഓരോ സിറ്റുവേഷൻസിൽ, ഓരോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലൊക്കെ സാറ് വളരെ വിശദമായിട്ട് അത് പറഞ്ഞു. അപ്പൊ ഇന്ന് ഒരുപക്ഷെ ഏറ്റവും പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. പാർട്ട്ണറിനെ എങ്ങനെ മാനേജ് ചെയ്യാം. സോ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട ആന്റണി സാറിനെയും. ആന്റണി സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. ഞാൻ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മാരാധകരായ പങ്കാളിയുമായിട്ടൊത്തുള്ള ജീവിതത്തെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിന്റെ സംസ്കാരം അനുസരിച്ച് അപരിചിതർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പരിചയപ്പെട്ടുള്ള വിവാഹങ്ങളൊക്കെ ആണെങ്കിലും അപരിചിതരായ രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് വന്ന് ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള എടുക്കുന്ന ഒരു കരാറിനെയാണ് നമ്മൾ വിവാഹം എന്ന് പറയുന്നത്. ഈ കരാറ് ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് വ്യത്യസ്തരായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരം നന്നായിട്ട് അറിഞ്ഞുകൂടാത്ത കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന്, കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സംസ്കാരങ്ങളിൽ നിന്നൊക്കെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന വ്യക്തികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും, പ്രത്യേകിച്ച് ഒരാളെയാണ് ഭാര്യയോ ഭർത്താവോ ആത്മാരാധകനോ ആത്മാരാധകയോ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരൊരു വലിയ സഹനത്തിന്റെ ഒരു വഴിയിലേക്കാണ് എറിയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എനിക്ക് കേരളവുമായിട്ട് എനിക്ക് അധികം ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുപക്ഷെ റോയ് സാറിന് ഡിസ്കഷന്റെ സമയത്ത് ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുമായിരിക്കും. ഒരു 80 മുതൽ 90% വരെയുള്ള കുടുംബ ജീവിതങ്ങൾ ഇതുപോലെയുള്ള പരസ്പര ബഹുമാനമോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെങ്കിൽ അതുപോലെയുള്ള യോജിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ ആത്മാരാധകരായ വ്യക്തികളുമായിട്ടുള്ള സംഘട്ടനം നിറഞ്ഞതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് കാരണം പലപ്പോഴും പല ആളുകളും ഈ വിഷയം സംബന്ധിച്ച് ഞാനുമായിട്ട് എന്നോട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചാണ് ഞാൻ ഈ വിഷയത്തെ അല്ലെങ്കിൽ ഇത്ര ഏറെ ശതമാനം 80 മുതൽ 90% വരെ ഉള്ള ആ ജീവിത പങ്കാളികളൊത്തുള്ള ആ ജീവിതം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വന്ന് അവരുടെ ആ വ്യക്തിത്വങ്ങൾ തമ്മിൽ യോജിച്ചു പോകാത്ത ആ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല. അടുത്ത ആഴ്ചയിൽ ഞാൻ അതേക്കുറിച്ച് സംസാരിക്കാം. അതായത് ഇതുപോലെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ മക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് അതുകൂടി ഇന്ന് എന്നുണ്ട്. പക്ഷേ സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അടുത്ത ആഴ്ചയിൽ നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ദീർഘമായിട്ടുള്ള ഒരു ആമുഖത്തിന് മുതിരാതെ ഞാൻ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നില്ലേ? വിസിബിൾ ആണല്ലോ? ഓക്കെ. വിഷയം ഡീലിംഗ് വിത്ത് എ നാർസിസിസ്റ്റിക് പാർട്ട്ണർ മൈൻഡ്ഫുള്ളി. ഓക്കെ. റോയ് സാറിനും മറ്റതുപോലെ ഇതിവിടെ കൗൺസിലിംഗ് നടത്തുന്ന പല ആളുകൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ആശയങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകാനുണ്ട്. പക്ഷെ ഞാൻ ഇന്നെടുക്കുന്നത്
മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ദമ്പതികൾക്ക് എങ്ങനെയാണ് മൈൻഡ്ഫുൾ ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് നേരിട്ട് വേണമെങ്കിൽ ഈ വിഷയത്തിലേക്ക് കടന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാം. പക്ഷേ ഞാൻ അതിനു മുൻപ് ഇങ്ങനെയുള്ള വ്യക്തികൾ, അതായത് ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ആ സഹവാസത്തില്, അങ്ങനെയുള്ള ആ കുടുംബ ജീവിതത്തില് സംഭവിക്കുന്ന 3 പ്രധാനപ്പെട്ട തലങ്ങളെക്കുറിച്ച് കൂടി ഞാൻ പറയുന്നുണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ഇന്ന് ഈ ക്ലാസ്സിൽ പുതിയ ആളുകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ആകട്ടെ, പക്ഷേ ഈ ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ശാരീരികം, മാനസികം, അതുപോലെ തന്നെ വൈകാരികം എന്നീ തലങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർ കാണിക്കുന്ന അവരുടെ പ്രകടനങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇവരുമായിട്ട് നമുക്ക് ഒത്തുചേർന്ന് പോകുന്നതിന് നമ്മളെ സഹായിക്കും. അപ്പൊ അതേക്കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. അവസാന ഭാഗത്താണ് ഞാൻ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്നത്തെ വിഷയത്തിന്റെ ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഞാൻ പറയുന്നത്, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഡീലിംഗ് വിത്ത് എ നാർസിസ്റ്റിക് പാർട്ട്ണർ. അടുത്തത്, ഹൂ ഈസ് എ നാർസിസ്റ്റിക് പാർട്ട്ണർ. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം ഇത് 5-ാമത്തെ 6-ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ആരാണ് ഒരു ആത്മാരാധകനായിട്ടുള്ള വ്യക്തി എന്ന്. പക്ഷേ എന്നാൽ തന്നെയും പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി ഏതാനും കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ദെൻ ക്രോണിക് ഫിസിക്കൽ ഇഷ്യൂസ്. ഇങ്ങനെയുള്ള ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുമായിട്ട് ജീവിക്കുമ്പോൾ, ഒരുമിച്ച് പോകുമ്പോൾ ഭർത്താവിനോ ഭാര്യയ്ക്കോ ഉണ്ടാകുന്ന ക്രോണിക് ആയിട്ടുള്ള ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അവസാനമായിട്ട് ഞാൻ മൈൻഡ്ഫുൾ വേ ടു ഡീൽ വിത്ത് എ നാർസിസിസ്റ്റിക് പാർട്ട്ണർ എന്ന വിഷയത്തെ കുറിച്ച് ഞാൻ പറയാം. ഒന്നാമത്തത്, മീനിങ് ഓഫ് ഡീലിംഗ് വിത്ത് എ പാർട്ട്ണർ. ദാറ്റ് മീൻസ് ഡീലിംഗ് വിത്ത് എ നാർസിസിസ്റ്റിക് പാർട്ട്ണർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുടെ ആ പെരുമാറ്റ രീതികൾ പലപ്പോഴും ഒരു സാധാരണ ഗതിയിലുള്ളത് അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കില്ല. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ആയി തീരുകയാണെങ്കിൽ, ചിലപ്പോൾ രണ്ടുപേരും അങ്ങനെ ആകാറുണ്ട്, എങ്കിൽ തന്നെ നമ്മൾ ഒരാളാണെന്ന് നമ്മൾ കരുതുക. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ആ വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ അവരുടെ ആ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ മനസ്സിലാക്കി അതിനോടൊത്തൊരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഈ ഡീലിംഗ് വിത്ത് എ നാർസിസ്റ്റിക് പാർട്ട്ണർ എന്ന വിഷയത്തിന്റെ അല്ലെങ്കിൽ അതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ പല ആളുകളും ഈ NPD, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരണമെന്നില്ല. ആ ഒരു ഇതിൽ വന്നില്ലെങ്കിൽ തന്നെ, പക്ഷെ ചില ആളുകൾ അതിൻ്റെതായിട്ടുള്ള ആ ഗ്രേഡ് അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർ കാണിക്കും. അതേക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ദെൻ ആരാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്നത്, അല്ലെ പാർട്ട്ണർ, ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ചില സിംറ്റംസ് അല്ലെങ്കിൽ അവരുടെ ആ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്, അവർക്ക് മറ്റുള്ളവരോട് ലാക്ക് ഓഫ് എമ്പത്തി, അവര് ഒരു അനുകമ്പയുള്ളവരായിരിക്കില്ല. കൂട്ടത്തിൽ ജീവിക്കുന്നവരോട് മാത്രമല്ല, മറ്റുള്ളവരോടും, പ്രത്യേകിച്ച് കൂട്ടത്തിൽ ജീവിക്കുന്ന ആളുകളോട് ഒരു തരത്തിലുള്ള അനുകമ്പയുള്ളവരായിരിക്കില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവർ ലവ് ബോംബിംഗ് എന്ന് പറയുന്ന അതുപോലെയുള്ള മറ്റു പലതരത്തിലുള്ള അഭിനയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒത്തിരി സ്വീറ്റ് ആയിട്ടൊക്കെ പെരുമാറി എന്ന് വരും. പക്ഷെ അവരുടെ ഉള്ളിൽ അവരങ്ങനെ ഉള്ളവരായിരിക്കില്ല. മറ്റൊന്ന്, അവർ കാണിക്കുന്ന എക്സസീവ് നീഡ് ഫോർ അഡ്മിറേഷൻ. എന്തേരെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തൃപ്തി വരികയല്ല. എന്താണ് അഡ്മിറേഷൻ? അവരെന്തുമാത്രം പ്രശംസിച്ചാലും ഒരു കടലോളമാണ് അവർ പ്രതീക്ഷിക്കുന്നത്, പക്ഷേ പുഴയോളമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതൊരിക്കലും തൃപ്തി വരാത്ത ആ പ്രശംസ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവർ നടത്തും. ദെൻ മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ആയിരിക്കും. അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ തീർച്ചയായിട്ടും ഒരു ആത്മാരാധകൻ അല്ലെങ്കിൽ ആത്മാരാധകയായ വ്യക്തിയായിട്ട് നമുക്ക് പറയാം. ദെൻ ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി, അതായത് അവർ ചെയ്യുന്ന അവരുടെ പെരുമാറ്റ രീതികളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയില്ല.
ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പിശകുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, അവരുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അത് അവരുടേതായിരിക്കില്ല. അത് അവരോടൊത്ത് ജീവിക്കുന്ന പാർട്ട്ണറിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ അവരോടൊത്ത് ജോലി ചെയ്യുന്നവരുടേതായിരിക്കാം, അയൽക്കാരുടേതായിരിക്കും. ഇങ്ങനെ എപ്പോഴും അവർ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ സൈക്കോളജിയിൽ പറഞ്ഞ പ്രൊജക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. ദെൻ ബൗണ്ടറി ലിമിറ്റേഷൻസ് മറ്റൊന്നാണ്. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ ആ സ്പേസിനെ അവർ അംഗീകരിക്കാതെ വരികയും അതെപ്പോഴും ഇങ്ങനെ കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ദെൻ ജലസി ആൻഡ് പൊസസീവ്നെസ്. പല ആളുകളും അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ, ഭാര്യമാരുമുണ്ട്. ഞാൻ പറഞ്ഞ അവർ കൂടുതൽ അസൂയാലുക്കളായിരിക്കും, അതുപോലെ ഒത്തിരി പൊസസീവ്നെസ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കും. ദെൻ ഫ്രീക്വന്റ് ഔട്ട്ബേഴ്സ് ഓർ മൂഡ് സ്വിങ്സ്. അതായത് അവരെപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത് നമുക്കൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, മഴയൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ നമുക്കറിയാം കാർമേഘങ്ങൾ ഉണ്ടാകുകയും അത് അങ്ങനെ ഇടിമുഴക്കങ്ങളൊക്കെ ഉണ്ടായി മഴ പെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. പക്ഷെ ചില വേനൽ മഴകൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വരുന്ന ഇതുപോലെയാണ്. അവരുടെ പെരുമാറ്റ രീതികളിൽ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഔട്ട് ബേസ്റ്റ് അവരിൽ ഉണ്ടാകും. ദെൻ ലവ് ബോംബിങ് ആൻഡ് ഡീവാലുവേഷൻ. ലവ് ബോംബിംഗ് എന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒത്തിരി സ്നേഹം നടിക്കുന്നു, അതേസമയം അവര് നമ്മളുടേതായിട്ടുള്ള മൂല്യങ്ങളെ, നമ്മളുടെ വ്യക്തിത്വങ്ങളെ അവർ വാല്യൂ ചെയ്യാത്തവരുമായിരിക്കും. ഡിഫിക്കൽറ്റി ഹാൻഡ്ലിങ് റിജക്ഷൻ ഓർ ക്രിറ്റിസിസം. അവരെ ക്രിട്ടിസൈസ് ചെയ്യുക, അവരോട് എന്തെങ്കിലും പറയുക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർക്ക് താങ്ങാനാവാൻ സാധിക്കാത്തതാണ്. അവർ വിമർശനം ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ റിജക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ദെൻ നമ്മൾ അടുത്തത്, നമ്മളുടെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ സാധാരണഗതിയിൽ ആ പാർട്ട്ണറിന് അല്ലെങ്കിൽ ആ ഒരു ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ ശാരീരികമായി നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പറഞ്ഞാൽ, ഒന്ന് ഹെഡേക്സ് ഉണ്ടാകും, സാധാരണ ക്രോണിക്. അതായത് നമ്മൾക്ക് ഒരു ക്ലിനിക്കലി ഡിറ്റക്ട് ചെയ്ത് ഒരു മരുന്ന് കൊണ്ട് ഭേദപ്പെടുത്താൻ സാധിക്കാത്ത തരത്തിലുള്ള തലവേദന ക്രോണിക് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സ്ട്രെസ് റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ദെൻ മസിൽ ടെൻഷൻ. അതായത് നമ്മളുടെ മസിലിന് പൊതുവെ നമുക്കൊന്നും ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കാരണം ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള വേദനകൾ അകാരണമായിട്ടുള്ളത്, അത് ക്രോണിക് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാകും. ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞു, ഒന്നുകിൽ വയറ്റിൽ പിടിക്കാത്തത്, അല്ലെ ഡയറിയ, അല്ലെങ്കിൽ ഗ്യാസ് കെട്ടുക, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ആ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഇത് സൈക്കോസൊമാറ്റിക് ആയിട്ടുണ്ടാകുന്നുണ്ട്. മറ്റൊന്ന് ഉള്ളത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ്, ഇൻസോംനിയ. ചിലപ്പോൾ ഉറക്കക്കുറവായിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് സ്ലീപ്പ് ആയിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ട് കാണുന്ന അസ്വസ്ഥതകളിൽ പെട്ടതാണ്. ദെൻ വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, ഇൻക്രീസ്ഡ് ഇൽനെസ്. ചില സമയത്ത് നമ്മൾക്ക് അസുഖം വരാം, പനി വരാം, അല്ലെങ്കിൽ ജലദോഷം വരാം, കൊറോണ വരാം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴും സാധാരണഗതിയിൽ അത് പെട്ടെന്ന് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്, ക്രോണിക് ആയിട്ടുള്ള ഈ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഇമ്മ്യൂൺ സിസ്റ്റം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ കുറവായതുകൊണ്ട് പലപ്പോഴും രോഗങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് പെട്ടെന്ന് ഒരു റിക്കവറി അവർക്ക് സാധിക്കാതെ വരും. ഓക്കെ, ഡിലേഡ് ഹീലിംഗ്. അടുത്തത് കാർഡിയോവാസ്കുലർ, ഹൈ ബ്ലഡ് പ്രഷർ ഇങ്ങനെയുള്ള ആളുകളിൽ ഉണ്ടാകും. അതുപോലെ ഷുഗർ ഉണ്ടാകാം, മറ്റതുപോലുള്ള പല ശാരീരികമായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ, അതായത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ട ആ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിലൊന്നാണ് ഹൈ ബ്ലഡ് പ്രഷർ. ഹാർട്ട് പാൽപിറ്റേഷൻസ്, അതായത് ഇറഗുലർ ആയിട്ട്, അകാരണമായിട്ട് ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നു. ദെൻ അടുത്തത് നമുക്ക് ശ്വാസം മുട്ടലുണ്ടാകുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ പോകും, പിന്നീടും അത് അങ്ങനെ സംഭവിക്കുന്നു. കാരണങ്ങളില്ല, മരുന്ന് കഴിച്ചാലും ചിലപ്പോൾ കുറയണമെന്നില്ല. പിന്നെ അടുത്തത് ചിലരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ലോസ് ആണ്. ചില സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ഭക്ഷണം അവർക്ക് മെലിഞ്ഞു പോകും, അല്ലെങ്കിൽ ആഹാരം ശരീരത്തിൽ പിടിക്കാതെ പോകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ക്ഷീണിതരാകുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് ഗെയിൻ ആണ്. ഒബീസിറ്റി ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഈ സ്ട്രെസ് ആണ്, ഇതുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. ദെൻ ഫിസിക്കൽ എക്സോഷൻ, എപ്പോഴും ക്ഷീണം, അതായത് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉന്മേഷമില്ലായ്മ. ദെൻ ബേൺ ഔട്ട്, അത് ബേൺ ഔട്ടിന്റെ മറ്റൊന്നാണ്. ഒരു കാര്യവും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയല്ല, അതുപോലെ തന്നെ ഊർജമില്ല,
എപ്പോഴും ക്ഷീണം, കിടന്നാൽ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഉറങ്ങാൻ സാധിച്ചെന്ന് വരികയല്ല, പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കാൻ സാധിക്കാത്ത ലക്ഷണങ്ങളൊക്കെ നമ്മൾ കാണിക്കും. ദെൻ ഹോർമോണൽ ഇൻബാലൻസസ്, കോർട്ടിസോൾ സ്പൈക്സ്. ഇത് കൂടുതലും വരുന്നത് എന്ത് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം, മനുഷ്യൻ എപ്പോഴും വെല്ലുവിളികളെ നേരിടുന്ന സമയത്ത്, ഒരു എക്സ്റ്റേണൽ എനിമിയെ സംബന്ധിച്ചുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓടി രക്ഷപ്പെടുന്നത്. ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് എന്നുള്ള മോഡില്. ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു വന്യമൃഗത്തെയോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ത്രട്ടണിങ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിലും നമ്മൾ പരസ്പരം ഈ ജീവിത സാഹചര്യങ്ങളിൽ ഒന്നുകിൽ കുടുംബ ബന്ധങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം, അയൽവക്കങ്ങളിലായിരിക്കാം, മറ്റത് വ്യക്തിബന്ധങ്ങളിൽ ഇതുപോലെ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് കൊണ്ട്, കോർട്ടിസോൾ ലെവൽ കൂടുന്നത് കൊണ്ട് അത് നമ്മളുടെ ശരീരത്തെ എല്ലാ വിധത്തിലും, ശരീരത്തിന്റെ ആരോഗ്യത്തെ, മാനസികവും വൈകാരികമായിട്ട് അതുപോലെ ശാരീരികമായിട്ടുള്ളത് വരും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് ഉണ്ടാകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. അടുത്തത് എന്താണ്? സ്കിൻ പ്രോബ്ലംസ് ആണ്. സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴേക്കും പലരിലും ഉണ്ടാകുന്ന ഒന്നാണ് ആക്നി എന്ന് പറയുന്ന ഒന്ന്. അതായത് നമ്മളുടെ അതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ മുഖക്കുരു പോലെയുള്ള മുഖത്തുണ്ടാകാം, അല്ലെങ്കിൽ കഴുത്തിന് ചുറ്റുമുണ്ടാകാം, പുറത്തൊക്കെ ഉണ്ടാകാം. ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടുണ്ടാകുന്ന പല സ്കിൻ ഡിസീസസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. അതായത് നമ്മൾക്ക് ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് മാറാതെ നിൽക്കുന്നതും അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആകുന്നു. അത് തന്നെ അത് എന്തുമാത്രം ലോഷൻസ് ഒക്കെ തേച്ച് കഴിഞ്ഞാലും അത് നമുക്ക് ഉപകാരപ്പെടുന്നില്ലെന്ന് വരിക. ദെൻ അടുത്തത് എക്സിമ എന്ന് പറയുന്നുണ്ട്. അതായത് അത് സൊറിയാസിസ് ഫ്ലെയർ അപ്പ് ആണ്. അതായത് കണ്ടീഷൻസ് വേഴ്സൺ ആകുന്നു, നമ്മുടെ ശരീരത്തിന്റെ ത്വക്ക് അത് വേണ്ടത്ര രീതിയിൽ ഫങ്ഷൻ ചെയ്യാതാകുന്നു. അതുപോലെ ചില സമയത്ത് അത് ചൊറിഞ്ഞു പൊട്ടുന്നു, അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. മറ്റൊന്ന് റെഡ്യൂസ്ഡ് ലിബിഡോ, അതായത് ലൈംഗിക ശേഷി അല്ലെങ്കിൽ ലൈംഗിക ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഇമോഷണൽ എക്സോഷൻ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കൂടുതൽ സെക്ഷൽ ആയിട്ടുള്ള എർജ് അല്ലെങ്കിൽ ഡിസയർ സ്ത്രീ പുരുഷന്മാരിൽ കുറഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സ്ട്രെസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ, ഇപ്പൊ ഉദാഹരണം നമുക്ക് എടുക്കാം, ഭർത്താവ് ഒരു ആത്മാരാധകനായ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദിവസം മുഴുവനും ഭാര്യയെ ശകാരിക്കുകയും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം രാത്രിയിൽ നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത്, ദിവസത്തിന്റെ ഏതെങ്കിലും സമയത്ത്, അവർക്ക് സൗകര്യപ്രദമായ സമയത്ത് ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ നോക്കുന്ന സമയത്ത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവർക്ക് സഹകരിക്കാൻ സാധിക്കാതെ വരും. അത് കാരണം ഇവരുടെ അവർക്ക് മാനസികമായിട്ട് അടുപ്പമില്ല. ഇനി പുരുഷനെ സംബന്ധിച്ചും അങ്ങനെ ഉണ്ടാകാം. ദെൻ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് എറക്ടൈൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻസ് പുരുഷന്മാരിലും അതുപോലെ തന്നെ പെയിൻഫുൾ ഇന്റർകോഴ്സ് സ്ത്രീകളിലും കാണപ്പെടുന്നുണ്ട്. ദെൻ പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നുണ്ട്. പാനിക് അറ്റാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നാലും ഞാൻ പറയാം. പെട്ടെന്ന് അകാരണമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാകുക, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ, ഡിസിനസ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗട്ട് പ്രോബ്ലംസ് ഉണ്ടാകുക, കാരണങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടാകുന്ന ഒരു പെട്ടെന്നുള്ള അകാരണമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടാകുന്ന അതിനെയാണ് പാനിക് അറ്റാക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും. അതായത് നമ്മളുടെ ശരീരം ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇല്ലാതാകുകയും അല്ലെങ്കിൽ കുറയുകയും ചെയ്തിട്ട് പെട്ടെന്ന് ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ തന്നെ ശരീരം തന്നെ ശരീരത്തോട് അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാകുന്ന ചില വ്യക്തികൾ അങ്ങനെയുണ്ട് സമൂഹത്തിൽ, ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ലൂപ്പോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൊമാറ്റിക് അത്രറ്റീസ്, ദെൻ മൾട്ടിപ്പിൾ സ്കെറോസിസ് എന്ന് പറയും. അത് ഉദ്ദേശിക്കുന്ന MS എന്നാണ് സാധാരണഗതിയിൽ മെഡിക്കൽ ടേംസിൽ വരുന്നത്. ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, അല്ലെങ്കിൽ സിക്നസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഇത് മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വ്യക്തികൾക്ക് അല്ലെങ്കിൽ പാർട്ട്ണർക്ക്, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇങ്ങനെ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ മക്കൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതുപോലെയുള്ള മാതാപിതാക്കളുടെ അവരോട് ഒത്തു ജീവിക്കുന്ന മക്കൾക്കുണ്ട്. അതേക്കുറിച്ച് ഞാൻ അടുത്ത ആഴ്ചയിൽ അതേക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ദെൻ അടുത്തത് ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എപ്പോഴും നിരന്തരം ക്രിറ്റിസിസം അനുഭവിക്കുന്ന ആ വ്യക്തി, ഭാര്യയ്ക്കോ ഭർത്താവിനോ
സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന അത് കുറഞ്ഞു പോകുന്നു. കോൺസ്റ്റന്റ് ക്രിറ്റിസം അല്ലെങ്കിൽ ബിലിറ്റിൽമെന്റ്, അതുപോലെ വിമർശനം, അവരോടുള്ള ആ ഓരോ വ്യക്തിയെ നമുക്ക് ബഹുമാനിക്കാത്ത ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സെൽഫ് എസ്റ്റീം വളരെ കുറഞ്ഞു പോകുന്നതിനുള്ള സാധ്യതകളുണ്ട്. മറ്റൊന്ന് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയും. അതായത് ഗ്യാസ് ലൈറ്റിംഗ്, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് തന്നെ നിശ്ചയിക്കാനുള്ളതുണ്ട്. പക്ഷേ നിരന്തരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് ഓരോ കാര്യത്തിലും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഇങ്ങനെയുള്ള ഈ ആത്മാരാധകരായ വ്യക്തികളുടെ ആ വാലിഡേഷൻ കിട്ടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സെൽഫ് എസ്റ്റീം അതുപോലെ തന്നെ കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെടാനുള്ള ഒത്തിരി അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്നുള്ളത് ക്രോണിക് ആങ്സൈറ്റി ആണ്. വളരെ സൂക്ഷിച്ച് അവരോട് പെരുമാറണം. വാക്കിംഗ് ഓൺ എഗ്ഷെൽസ് എന്ന് പറയും. അതായത് നമ്മൾ സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കെയർ നമ്മൾ എടുക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് ഒരൊച്ചപ്പാടും ഒന്നും ബഹളമൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഈ ആത്മാരാധകരായ വ്യക്തികൾ അവർ മറ്റുള്ളവരെ ഡിസപ്രൂവ് ചെയ്യും. അത് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതെ, അതുപോലെ തന്നെ വീട്ടിൽ വഴക്കുകളും മറ്റും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യക്തികൾ ഒത്തിരി സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരിത് വരുന്നു. ദെൻ ഫിയർ ഓഫ് എഫക്റ്റ് എന്ന് പറയും. അതായത് ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ റിയാക്ഷൻസ് അത് കൂടുതലാകുകയും അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യപ്പെടലുകൾ, അതുപോലെ തന്നെ ഇമോഷണൽ സെൽഫ് പണിഷ്മെന്റ് ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എപ്പോഴും നമ്മൾ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ കോർട്ടിസോൾ സ്പൈക്കിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ് മോഡിലാണ് എപ്പോഴും നിൽക്കുന്നത്. ഒന്നുകിൽ നമ്മൾ ഫൈറ്റ് ആണ്, അല്ലെ ഫ്ലൈറ്റ് ആയിരിക്കും. മിക്കവാറും നമ്മൾ ഫ്ലൈറ്റ് മോഡിലേക്കാണ് വരുന്നത്. എനിവേ അത് നമ്മളുടെ ശരീരത്തിൽ കോർട്ടിസോളിന്റെ അളവ് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അകാരണമായിട്ട് എപ്പോഴും ക്രോണിക് ആയിട്ടുള്ള കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഭയത്തിലേക്ക് നാം ഏതെങ്കിലും ഒരു പാർട്ട്ണറെ അവരുടെ ജീവിതത്തെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. അടുത്ത മറ്റൊന്ന് ഡിപ്രഷനാണ്. ഇമോഷണൽ നെഗ്ലക്റ്റ് ആൻഡ് ഐസൊലേഷൻ. അവർക്ക് വൈകാരികമായിട്ടുള്ള നെഗ്ലക്റ്റ് ആൻഡ് ഐസൊലേഷൻ അവരിൽ ഉണ്ടാകുന്നു. ദെൻ അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷയില്ലാത്തവരായിത്തീരുന്നു, അല്ലെങ്കിൽ ആത്മവിശ്വാസം കുറയുന്നു. ഒരു രക്ഷയുമില്ല എന്ന് നമുക്ക് വേണേൽ പറയാം. ഒരു പ്രതീക്ഷയുമില്ലാത്ത ഒരു ജീവിതം പോലെ അങ്ങനെയുള്ള ഒരു ജീവിതമാണ് കോൺസ്റ്റന്റ് ഡ്രാമ ആൻഡ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും തന്നെ ദിവസത്തിൽ പല പ്രാവശ്യം അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഡ്രാമയും അതുപോലെ കോൺഫ്ലിക്റ്റും ഉണ്ടാകേണ്ട ഒരു അവസരം വരുന്നു. ഇമോഷണൽ ലേബർ, അതായത് വൈകാരിക അടിമത്തം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ലേബർ ക്യാമ്പ് എന്ന് പറയല്ലേ. അതായത് റഷ്യയിലൊക്കെ പണ്ട് സൈബീരിയയിലേക്ക് നാട് കടത്തി അവിടെ ഇങ്ങനെ കുറ്റവാളികളെ ശിക്ഷിച്ചിരുന്നത് പോലെ കണ്ടം ടു ഇമോഷണൽ ലേബർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതിനു വേണ്ടി വൈകാരികമായി നമ്മൾ വിധിക്കപ്പെട്ടിരിക്കുന്നവരായി മാറുന്നു. അടുത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വെർത്ത്ലെസ്നെസ് നമുക്ക് നഷ്ടപ്പെടുന്നു. ഒന്ന് ജീവിച്ചിട്ട് എന്താ? ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളല്ല പോകുന്നത്, നേരെ മറിച്ച് ഇതിന്റെ വിധേയമാകുന്ന വിക്ടിംസ് ആണ് പോകുന്നത്. ബ്ലെയിം ആൻഡ് പ്രൊജക്ഷൻ. ഇത് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളിൽ നിന്നുണ്ടാകും. എല്ലാത്തിനും മറ്റുള്ളവരെ, പാർട്ട്ണറെ അനാവശ്യമായി ബ്ലെയിം ചെയ്യുകയും പ്രൊജക്ഷൻ അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റ് നമ്മളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. ദെൻ ഹ്യൂമിലിയേഷൻ നമുക്കുണ്ടാകുന്നു. ബിട്രയൽ ആൻഡ് ഇൻഫിഡേലിറ്റി. ഇതിന്റെ പേരിൽ അത് രണ്ട് വിധത്തിലാണ് സാധാരണ വർക്ക് ചെയ്യാറുള്ളത്. ഒന്ന്, ശരിക്കും അവരങ്ങനെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ ഇങ്ങനെ ബിട്രയൽ ആൻഡ് ഇൻഫിഡേലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. അത് അവര് സ്വയം ചെയ്യുന്നു. മറ്റൊന്ന്, ഈ ഇൻഫിഡേലിറ്റി മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. കാരണം ഇതും ഒരു സുഖമുള്ള ഒരു പരിപാടിയാണ്. അവർക്ക് കുറെ സന്തോഷം നൽകുന്ന, അതായത് ആ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലഷർ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇവരുടെ വീടുകളിൽ ചില ബന്ധങ്ങളിലൊക്കെ, സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള ഈ ഇൻഫിഡേലിറ്റി സ്ത്രീകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിലും പുരുഷന്മാരിലും ഏകദേശം ഒരുപോലെ എന്ന് പറയാം, അവരത് അടിച്ചേൽപ്പിക്കുന്നു. മറ്റുള്ളവരോട് പറയുന്നു, ബന്ധുക്കളോട് പറയുന്നു, ഇയാൾക്ക് അന്യ പുരുഷനുമായിട്ട് ബന്ധമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അന്യ പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അങ്ങനെയുള്ള ശരിക്കുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള വ്യക്തികളെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് മലയാളികളുടെ ഇടയിൽ. അവസാനം ആ വ്യക്തി ഇതുപോലെയുള്ള സ്വന്തം ഭാര്യയെക്കുറിച്ച് മറ്റുള്ള എല്ലാവരോടും പോയി മോശമായിട്ട് പറയും, അവൾക്ക് ഇന്നൊരുമായിട്ട് ബന്ധമുണ്ടെന്ന്.
അങ്ങനെയെല്ലാം പറഞ്ഞ് അവഹേളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു തൊഴിലാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പണിയാണ്. ദെൻ മാനിപ്പുലേഷൻ, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ മാനിപ്പുലേഷൻസ് നടത്തിക്കൊണ്ടിരിക്കും. ദെൻ ഇമോഷണൽ നംനെസ്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തരം വൈകാരികമായിട്ടുള്ള ഒരു നംനെസ് അവർക്ക് അനുഭവപ്പെടും. ഡീസെൻസിറ്റൈസേഷൻ ടു ബി ഇമോഷണൽ അബ്യൂസ് കൊണ്ട് അങ്ങനെ അവർ ഒരു നിർവികാരത എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡിറ്റാച്ച്മെന്റ് ആസ് കോപ്പിംഗ് മെക്കാനിസം. ദെൻ ഡിറ്റാച്ച് ചെയ്യും അവര് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവരോട് ഒത്തുപോകാൻ വേണ്ടി എന്തെങ്കിലും ആകട്ടെ എന്നുള്ള രീതിയിൽ എല്ലാത്തിനോടും ഒരു വിരസത, ആ നംനെസ് അവർ പ്രകടിപ്പിക്കാൻ നോക്കും, ഏതെങ്കിലും സ്ത്രീയോ പുരുഷനോ. ദെൻ അടുത്തത് ആന്റിസിപ്പേറ്റിംഗ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും അതാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എപ്പോൾ വേണമെങ്കിലും ഇവര് ദേഷ്യപ്പെടാം, എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിമർശിക്കാം, എപ്പോൾ വേണമെങ്കിലും കുറ്റപ്പെടുത്താം, എപ്പോൾ വേണമെങ്കിലും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും നമ്മളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഇതിങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ജീവിതം മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതായിട്ട് വരും. ഫിയർ ഓഫ് അബാൻഡൻമെന്റ്. അത് മറ്റൊന്ന് നമുക്ക് ഭയമാണ്. അതായത് ഇപ്പം ജോലിയില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാകും. ഓക്കെ, ദെൻ ലോസ് ഓഫ് സെൽഫ്, ലോസ് ഓഫ് പേഴ്സണാലിറ്റി, ഐഡന്റിറ്റി ആൻഡ് ഓട്ടോണമി. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെടുന്നു. അവർക്ക് തന്നിച്ച് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കൺഫോമിങ് ടു ദെയർ ഡിസൈർസ്. ദെൻ എന്താണ് അവരുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം അവരുടെ ജീവിതാഭിലാഷങ്ങളെല്ലാം തന്നെ അവർ അടിയറ വെക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ, ഈ ആത്മാരാധകരായിട്ടുള്ള വ്യക്തികളുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളുടെ താല്പര്യങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ അടിയറ വെച്ച് എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. ദെൻ ഫീലിങ്സ് ഓഫ് ഗിൽറ്റ്, കുറ്റബോധം നമ്മളിലേക്ക് കൂടുതലായിട്ടുണ്ടാകും. അതാണ് എപ്പോഴും ക്രിട്ടിസൈസ്, എന്ത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യുന്ന അതുണ്ടാകും. അതുപോലെ ഫീലിംഗ് റെസ്പോൺസിബിൾ ഫോർ ദി നാർസിസിസ്റ്റിക് ബിഹേവിയർ. നമുക്ക് കൂടുതൽ കുറ്റബോധം ഉണ്ടാകുന്നു. സെൽഫ് ബ്ലെയിം, നമ്മൾ ഏറ്റെടുക്കുന്നു. കാരണം ഞാൻ ചെയ്തത് എപ്പോഴും തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ സ്വയം ചിന്തിച്ചു പോകും. കുറച്ച് ദിവസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ തോന്നും ഓക്കെ, ഐ എം നോട്ട് ഓക്കെ എന്നുള്ളത്. ആ ഒരു ഇത് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ കൂടുതൽ സെൽഫ് ബ്ലെയിം വരുന്നു, സെൽഫ് പണിഷ്മെന്റ് വരുന്നു. വൈകാരികമായിട്ട് നമ്മളെ തന്നെ ശിക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ കുറ്റബോധം നമ്മളിൽ നിറയുന്നു. അത് നമ്മളുടെ ശരീരത്തിലും അതുപോലെ മനസ്സിലും മാനസികവും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്കും മറ്റതുപോലെയുള്ള മൂഡിയായിട്ട് ഇരിക്കാനൊക്കെ ഉള്ളതുണ്ടാകുന്നു. സീക്കിംഗ് വാലിഡേഷൻ. ഓഫ് കോഴ്സ് എപ്പോഴും ഇത് വേണം. ഒരു ഡ്രസ്സ് മേടിക്കുമ്പോഴാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഒരു വ്യക്തി, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ടെൻഡൻസി ഉള്ള ഡിസോർഡർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഏതെങ്കിലും ഒരു ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ശരിയായില്ല, മനസ്സിലായോ? അപ്പൊ അവർക്ക് സ്വയമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞേ, ഒരു കാനഡയിൽ പോയി 10-20-25 വർഷം ജീവിച്ച ഒരു മലയാളി, അയാളുടെ ഭാര്യ ഒരിക്കൽ പോലും അയാൾ ജോലിക്ക് പോവോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആഘോഷങ്ങൾക്ക് പോകുമ്പോഴും പാൻസും ഷർട്ടും ഇടാൻ അയാൾ സമ്മതിച്ചില്ല. നമ്മളൊന്ന് ഓർക്കണം, -40 ഡിഗ്രിയുള്ള കാനഡയില് എപ്പോഴും എൻ്റെ ഭാര്യ സാരി ഉടുത്തോണ്ട് പോകണം, എന്നാലേ നീ സുന്ദരിയാവുള്ളൂ. അവിടെ ഒരു ലവ് ബോംബിങ് നടത്തും. അതുപോലെ തന്നെ അവൾക്ക് സ്വയമായിട്ട് തീരുമാനിക്കാൻ പറ്റിയല്ല. അവളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുമ്പോഴേക്കും അത് കൂടുതൽ ഈ ലവ് ബോംബിങ് കൊടുത്ത്, എനിക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലെങ്കിൽ നീ സുന്ദരിയാകുന്നത് ഈ രീതിയിലാണെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ച് ഇതുപോലെയുള്ള എപ്പോഴും വാലിഡേഷൻ, സീക്കിംഗ് വാലിഡേഷൻ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം. ദെൻ ഫിയർ ഓഫ് ലൂസിങ് ദ റിലേഷൻഷിപ്പ്. നമുക്ക് പേടിയാണ്, വിവാഹമോചനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളുടെ ഇതും ഉണ്ടാകും. ഫിയർ ഓഫ് ലൂസിങ് ദ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ളതുണ്ട്. റീ എക്സ്പീരിയൻസിങ് ട്രോമ. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ചില മക്കൾ, ആൺകുട്ടികളോ പെൺകുട്ടികളോ, അവരുടെ മാതാപിതാക്കൾ ഇതുപോലെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഡിസോർഡർ ഉള്ളവരുടെ ആ കുടുംബത്തിൽ നിന്ന് വന്ന് അവരവിടുന്ന് രക്ഷപ്പെട്ടാണ് വേറൊരു സ്ഥലത്ത് വരുന്നത്. അപ്പം വറചട്ടിയിൽ നിന്ന് വീണ്ടും അടുപ്പിലേക്ക് വീണതുപോലെ ആകും ചിലപ്പം. അമ്മായിയും ഈ രീതിയിലുള്ള സ്വഭാവമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിന് ഇതുപോലെയുള്ള സ്വഭാവ രീതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവരാ ചെറുപ്പകാലത്ത് അവർക്കുണ്ടായിരുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വീണ്ടും ഇത് ചെയ്യാൻ അവർക്ക് ചാൻസ് കൂടുന്നു, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാകുന്നു. അത് റീ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ PTSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, വീണ്ടും അത് തലപൊക്കി വരുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത
ആ ഒരു അവസ്ഥയിൽ വരികയും അവർക്ക് അവരോട് തന്നെ പുച്ഛം, സെൽഫായിട്ടുള്ള ആ ബ്ലെയിം, അതുപോലെ തന്നെ കുറ്റബോധം, വെർത്ത്ലെസ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യും. ഇതിനടുത്തത് മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മാനസികമായിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള ആളുകൾ കുറെ കാലം ഇങ്ങനെ ജീവിച്ചു കഴിയുമ്പോഴേക്കും ഒരു ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് വരും. അത് പിന്നെ അവർക്ക് അത് ബാധിക്കുന്നു. ദെൻ ഡിഫിക്കൽറ്റി മാനേജിങ് ഇമോഷൻസ്. ഒന്നുകിൽ അവർക്കൊരു ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതെന്ന്. ചില സന്ദർഭങ്ങളിൽ അല്ലെ ചിലര് ഓവർ റിയാക്ഷനിലേക്ക് വരും, എല്ലാത്തിനും പൊട്ടിത്തെറിക്കും. അല്ലെങ്കിൽ അണ്ടർ റിയാക്ഷനിലേക്ക് പോകുന്ന വ്യക്തികളായിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നു. ദെൻ എപ്പോഴും ഇവരിൽ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് ആണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഡൗട്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് സംശയമുണ്ടാകും. അതുപോലെ തന്നെ ഒരു സുരക്ഷിതത്വ കുറവ് എപ്പോഴും ഇങ്ങനെയുള്ള ആളുകളിൽ, ഈ വിക്ടീമിൽ കാണപ്പെടും. ദെൻ ഒബ്സസീവ് കമ്പൾസീവ് ബിഹേവിയർ ഓർ ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ ബിഹേവിയർ ഇങ്ങനെയുള്ള വ്യക്തികൾ ഡെവലപ്പ് ചെയ്യും. ദെൻ അടുത്തത് മെന്റൽ ഇഷ്യൂസിനകത്ത് വരുന്നതാണ് മെമ്മറി പ്രോബ്ലംസ് ഉണ്ടാകും. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് 10, 60, 65 വയസ്സുള്ള ആളുകളെ സംബന്ധിച്ച് ചിലരുടെ പേരുകൾ മറക്കുക, അല്ലെങ്കിൽ ഒരു സാധനം വെച്ചത് എവിടെയാണെന്ന് മറക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു വളരെ ഫ്രീക്വന്റ് അല്ല എങ്കിൽ തന്നെ അത് ഉണ്ടാകുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. പക്ഷേ ഈ 50 വയസ്സോ 45, 50 വയസ്സുള്ളവർക്ക് പോലും വേണമെങ്കിൽ ഇതുപോലെയുള്ള മെമ്മറി പ്രോബ്ലം, ആൾസൈമർ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇവർക്ക് കൂടുതലുണ്ട്. കാരണം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലുള്ളത് കൊണ്ട്. ഡിഫിക്കൽറ്റി മേക്കിംഗ് ഡിസിഷൻസ്, അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരിടുന്ന ഡ്രസ്സ് മുതൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ എല്ലാ കാര്യങ്ങളിലും വേറൊരാൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാലും പറയും അത് മമ്മിയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഡാഡിയോട് ചോദിക്കുക, പപ്പായോട് ചോദിക്കുക എന്നുള്ളതാണ്. അവർ ഒരു കാര്യത്തിലും, കാരണം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അവർക്കറിയാം. ദെൻ ഇമോഷണൽ ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ട് വൈകാരികമായിട്ട് ഈ വ്യക്തിയെ, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന്, പാർട്ട്ണറിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. പീപ്പിൾ പ്ലീസിങ് ബിഹേവിയർ ഇങ്ങനെയുള്ളത് ഈ കുട്ടികളിൽ ഉണ്ടാകും. ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന, അത് അടുത്ത ആഴ്ച ഞാൻ പറയാം. എന്നാലും പീപ്പിൾ പ്ലീസിങ്, അതായത് അതുകൊണ്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഭാര്യ അല്ലെ ഭർത്താവ് കൂടുതൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അപ്രൂവൽ വാങ്ങിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരു ദാസ്യ പണി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അടിമ പണിയിലേക്ക്, അതായത് എപ്പോഴും മറ്റുള്ളവരെ സുഖിപ്പിച്ച് സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് പോകുന്നു. ദെൻ ഐഡന്റിറ്റി ക്രൈസിസ് ഓർ ഡിസ്റ്റർബൻസിലേക്ക് അവർ പോകാനുള്ള അവസരങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നു. ഇതൊരു മാനസികമായിട്ടുള്ളതാണ്. അഡോപ്റ്റിംഗ് ദി നാർസിസിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അതായത് കുറെ കഴിയുമ്പോൾ കാലക്രമേണ ഈ ഒരു നാർസിസിസ്റ്റിന്റെ തന്നെ ആ ഒരു പെർസ്പെക്റ്റീവ് ഇവരിൽ തന്നെ കോപ്പി ചെയ്തെടുക്കാൻ അവർ സാധ്യത കൂടുന്നുണ്ട്. കാരണം ഇതാണ് കുറെ കൂടെ ബെറ്റർ എന്ന് തോന്നും. ഒരുപക്ഷെ അത് നമ്മളുടെ ആ പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അത് സാധിക്കുന്നില്ലെങ്കിലും മറ്റതുപോലുള്ള, ഇപ്പൊ ജോലി സ്ഥലങ്ങളിൽ, വീട്ടിൽ അസ്വസ്ഥരായിട്ടുള്ള അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളുടെ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താവ് ഉള്ളവര് ജോലി സ്ഥലങ്ങളിലോ മറ്റേതുപോലെയുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ വരുമ്പോഴേക്കും ഇവർ ഇത് തന്നെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഇതാണ് സക്സസ് സ്റ്റോറി എന്ന് കരുതാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ദെൻ സോഷ്യൽ ഐസൊലേഷൻ, വിഡ്രോവൽ ഫ്രം അതേഴ്സ് ആൻഡ് ഫിയർ ഓഫ് ഷെയ്മിങ്, അതായത് ഞാൻ ആദ്യം ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ താറടിക്കുന്ന സ്വഭാവം, നമ്മളുടെ സ്വഭാവം, പ്രത്യേകിച്ച് അവിഹിത ബന്ധങ്ങളൊക്കെ സ്ത്രീകളിൽ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ, പുരുഷന്മാരിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ബന്ധുക്കളോ കൂട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല. ഇങ്ങനെയുള്ള ആത്മാരാധകരായ വ്യക്തികൾക്ക് അങ്ങനെയുള്ളപ്പോഴേക്കും അവർക്ക് മറ്റുള്ളവർക്ക്, അതായത് അവരെ ഫേസ് ചെയ്യാൻ, ഇങ്ങനെയുള്ളത് കൊണ്ടാണ് നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെ അവർ ഫേസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഫിയർ ഓഫ് ഷെയറിങ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സ്നേഹബന്ധങ്ങൾ, വികാരങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അടുത്തത് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ വന്നാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത അവര് പഠിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്യുന്നു ജീവിതത്തിൽ. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള കുറെ കാലം കൊണ്ടുള്ള ആ പീഡനങ്ങൾ കൊണ്ട്. ദെൻ കോൺസ്റ്റന്റ് അലേർട്ട്നെസ്, എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കും. ദാറ്റ് മീൻസ്
ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യണം. ഈ ഒരു ഇതിലേക്ക് നമ്മളുടെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. കോൺസ്റ്റന്റ് അലേർട്ട്നെസ് ആണ്. കാരണം ക്രിട്ടിസൈസ് ചെയ്യപ്പെടരുത്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഉപദ്രവം ഏൽക്കരുത്, ഇങ്ങനെയുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ പാരനോയിഡ് തോട്ട്സ്, സസ്പെക്ട് ഓഫ് അതേഴ്സ്, അതായത് മറ്റുള്ളവരെയും നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വസ്തരല്ലെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർ മാനിപ്പുലേറ്റീവ് ആണെന്നോ ആയിട്ട് നമ്മൾ ചിന്തിക്കാനും, അങ്ങനെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവ രീതി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് അങ്ങനെയുള്ള ഇതിലേക്ക് വരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതേക്കുറിച്ച്, അതായത് ഫിസിക്കൽ, മെന്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള ലെവലിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾക്ക് എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചാണ്. മൈൻഡ്ഫുൾ സ്റ്റെപ്സ്. ആദ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, ഇങ്ങനെയുള്ള ഒരു വ്യക്തി പാർട്ട്ണർ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഡിഫൈൻ അവർ ലിമിറ്റ്സ്. അതായത് നമ്മളുടെ ആ വ്യക്തിയോട് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുക. എങ്ങനെയാണെന്ന്, എന്തുമാത്രം ലിമിറ്റ് നിങ്ങൾക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിക്കുന്നതിന്, എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന്, എൻ്റെ സ്പേസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടേതായിട്ടുള്ള ആ ലിമിറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്തിട്ട് അവരോട് നമുക്ക് സംസാരിക്കണം. അതിനാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് നമ്മളെ സഹായിക്കുന്നത്. കൂടുതൽ ശാന്തമായി, അതായത് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ നടത്തി അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിത് ശാന്തമായിട്ട് ഇവരോട് സംസാരിക്കാൻ അവർക്ക് കിട്ടും. നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മളുടെ ആ സ്പേസ്, ഈ ജീവിതത്തിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട്. വ്യക്തിക്ക് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട്. ഒരു മരത്തിനുണ്ട്, ഒരു പക്ഷിക്കുണ്ട്, അല്ലെങ്കിൽ മൃഗത്തിനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ് നമ്മളുടെ ഓരോ വ്യക്തികൾ എന്ന നിലയിൽ ആ സ്പേസ് നമുക്ക് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രതീക്ഷകൾ നമ്മൾ കാര്യമായിട്ട് അവരോട് സംസാരിക്കേണ്ടതുണ്ട്. ദെൻ കമ്മ്യൂണിക്കേറ്റ് കാമിലി. ഇവിടെയാണ് മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും വലിയ റോള് വരുന്നത്. അതായത് ഒരാളോട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഫാമിലി ആൻഡ് കാമിലി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉരുളക്കുപ്പേരി എന്ന നിലയിലേക്ക് പോകും. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച അങ്ങോട്ട് നമ്മൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാതെ നമ്മളുടെ ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുദിനം നമ്മളുടെ ആ മൈൻഡ്ഫുൾനെസ്, തീർച്ചയായിട്ടും ആ പ്രാക്ടീസ് നമ്മളെ സഹായിക്കും. പിന്നെ നാർസിസിസ്റ്റിക് ഓപ്പൺ ടെസ്റ്റ്. ചില സമയത്ത് ഇങ്ങനെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മളെ കൂടുതൽ പ്രകോപിതരാക്കാൻ നോക്കും. അങ്ങനെയുള്ള സമയത്താണെങ്കിലും നമ്മൾ പ്രകോപിതരാകാതെ കാര്യങ്ങൾ ശാന്തമായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ഫാമിലി ആൻഡ് കാമിലി അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. അതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയും. അതായത് നമ്മൾ ഡിറ്റാച്ച് വിത്ത് ലവ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അവരോട് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വെറുപ്പ് കൊണ്ട് അല്ലെങ്കിൽ നിസ്സഹായ അവസ്ഥ കൊണ്ട് അതുപോലെ പ്രതികാരം ഏച്ച കൊണ്ടോ അങ്ങനെയുള്ളത് വരാതെ നമ്മൾ വി ഹാവ് ടു ബി കമ്പാഷനേറ്റ് അല്ലെങ്കിൽ എംപത്തറ്റിക് ആയിട്ട് ഈ വ്യക്തിയെ കാണുക. ബട്ട് വി ഹാവ് ടു ഡിറ്റാച്ച് അവർ സെൽസ് ഫ്രം ദിസ് പേഴ്സൺ ടു എ സർട്ടൺ എക്സ്റ്റെന്റ്. അല്ലെങ്കിൽ അത് ഒരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലേക്ക് വരാൻ വേണ്ടി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പെൻഡൻസി നമ്മൾ ഇൻഡിപെൻഡൻസ് കൂടുതലായിട്ട് നമ്മൾ നോക്കുക. നമ്മളുടേതായിട്ടുള്ള ഡിസിഷനിലേക്ക് നമ്മൾ പോകുക. ഡിസിഷൻ മേക്കിംഗ് ചില സമയത്ത് നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഇമോഷൻസ് ആൻഡ് വാല്യൂസ് നമ്മൾ അത് വേണ്ട വിധത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരോട് ഉള്ള ആ ഒരു എന്താണ് ഡിറ്റാച്ച് വിത്ത് ലവ് എന്ന് പറയാം. അങ്ങനെയുള്ള ആ ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ വളർത്തിയെടുക്കുക. സ്റ്റേ കാം ആൻഡ് മൈൻഡ്ഫുള്ളി. സ്റ്റേ കാം മൈൻഡ്ഫുള്ളി, അതായത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് പെരുമാറാൻ സാധിക്കുക. ഈവൻ നമുക്കത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനേക്കാൾ വഷളായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഡീലിങ്സ് അല്ലെങ്കിൽ നമ്മളുടെ പെരുമാറ്റങ്ങൾ, സംസാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അതിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതെടുക്കുക. എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അത് വേണ്ട വിധത്തിൽ കുറെ കൂടി ഹോംവർക്ക് ചെയ്യുക എന്ന് വേണേൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത്
ഹോംവർക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കുറെ ഇങ്ങനെയുള്ള ക്വയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബ്രീത്തിങ് ഗ്രൗണ്ടിങ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദെൻ പ്രാക്ടീസ് ഡീപ്പ് ബ്രീത്തിങ്. ഓക്കെ, ഞാനത് പറയുന്നത്. അതുപോലെ ഗ്രൗണ്ട് ടെക്നിക്സ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഏത് സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പെട്ടെന്നുള്ള റൈറ്റ് നൗ, ഹിയർ ആൻഡ് നൗ എന്നുള്ള ആ ഒരു മൊമെന്റിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആണ്. ഒന്ന് ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന നമ്മളുടെ പെട്ടെന്ന് നമുക്ക് സ്ഥലകാല ബോധം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആയിരിക്കും നമ്മുടെ കാലുകൾ എവിടെയാണ് ഉറച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേശയിൽ എന്തെങ്കിലും കൈകൾ ഉണ്ടെങ്കിൽ അതേക്കുറിച്ചുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ അവബോധം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സംസാരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പെരുമാറ്റ രീതികൾ നമുക്ക് നിയന്ത്രിക്കാൻ നമുക്ക് ലിമിറ്റ് ഇമോഷണൽ, അതായത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക ആദ്യമായിട്ട്, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാതെ. അവർ പറയുന്നതിന് റിയാക്ഷൻ ആൻഡ് റെസ്പോണ്ട്, അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നതിന് ഉത്തരം. നാട്ടിലൊരു ഇതുണ്ടല്ലോ, ചൊല്ലുണ്ടല്ലോ, തെറിക്ക് ഉത്തരം മുറിപ്പത്തൽ അല്ലേ, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതല്ലാതെ അതാണ് റിയാക്ഷൻ. ഓക്കെ, ദെൻ റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യകാരണ സഹിതം നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ സംസാരിക്കുക. ബിഫോർ റെസ്പോണ്ടിങ് യുവർ പാർട്ട്ണർ ടേക്ക് എ മൊമെന്റ് ഓർ എ പോസ് ആൻഡ് ദെൻ കൺസിഡർ ദി റെസ്പോൺസ്. ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രകോപിതരാകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അല്പസമയം നമ്മൾ ചെയ്യുക, ഒരു പോസ് എടുക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇത് പറയുന്നത് കൊണ്ട് ഈ കാര്യം ഞാൻ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട് ഉപകാരമുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയുക. ദെൻ അവോയ്ഡ് ഗിവിംഗ് ദം ഇമോഷണൽ റിയാക്ഷൻസ് വെൻ ദേ ആർ സീക്കിംഗ്. ചിലപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ റിയാക്ഷൻസ് ആണ് അവർക്ക് വേണ്ടത്, ഇമോഷണൽ റിയാക്ഷൻസ് ആണ്. സോ ഡോണ്ട് ഗീവ് ദം എ ഇമോഷണൽ റിയാക്ഷൻ, ബട്ട് ഗീവ് ദം എ റെസ്പോൺസ്. ഇമോഷണൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കുക. എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ, ഈ ഇപ്പൊ ഇക്കാലത്ത് എല്ലാത്തിനും ഉള്ള വഴികളുണ്ട്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, അല്ലെങ്കിൽ അത് എന്താണ് ഇതിനെക്കുറിച്ച് അവരുടെ പെരുമാറ്റ രീതിയിൽ. ഇപ്പം ഞാൻ ഇന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ പുതിയതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുക, ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓർക്കുക, നമ്മുടെ അമ്മ അപ്പൂപ്പന്മാർക്കൊക്കെ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പം എന്താണ്, ഇന്റർനെറ്റ് വഴി നമുക്ക് കൂടുതൽ നമ്മളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സാധിക്കാതെ അവരൊത്തിരി സഹിച്ച് മരിച്ചവരാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മൾ തന്നെ സെൽഫായിട്ട് എഡ്യൂക്കേറ്റഡ് ആകുക. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എന്താണ്, നമ്മുടെ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഭാര്യമാരോ അല്ലെ ഭർത്താക്കന്മാരോ ഉള്ള അങ്ങനെയുള്ള ആളുകളുടെ അവരുടെ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നല്ല ബന്ധങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യക്തികൾ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്താണ് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള വ്യക്തികളുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കുക. ഇപ്പൊ നമുക്ക് ടെലിഫോൺ വഴി നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഡിസോർഡറിനെ കുറിച്ച്, എൻ്റെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ഇത് ചെയ്ത് നമുക്ക് കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല, കൂടുതൽ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആകുക, വായിക്കുക, പഠിക്കുക. എൻ്റെ ഭർത്താവിന് അല്ലെ എൻ്റെ ഭാര്യയ്ക്ക് എന്താണ്, ഏത് തരത്തിലുള്ള ഡിസോർഡർ ആണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. Then recognize manipulative tactics by educating yourself on common manipulative tactics എന്തൊക്കെയാണ്. ഉദാഹരണമായിട്ട് ഗ്യാസ് ലൈറ്റിംഗ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെ ഭർത്താവിന് പാർട്ട്ണറിന് എന്താണ് പ്രൊജക്ഷൻ ആണോ, അല്ലെങ്കിൽ ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. നല്ല ബന്ധങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുക നമ്മുടെ സമാന്തരമായിട്ടുള്ള അനുഭവങ്ങളുള്ള വ്യക്തികളുമായിട്ട്. മെയിൻറ്റെയിൻ യുവർ ഇൻഡിപെൻഡൻസ്, നമ്മളുടെ സ്വാതന്ത്ര്യം അതുപോലെ താല്പര്യങ്ങൾ നമ്മൾ ചെയ്യുക, നിലനിർത്താൻ വേണ്ടി നോക്കുക. നമ്മൾ അതായത് ഇപ്പം ഇന്ന കാര്യം ചെയ്യരുത്, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറുള്ള ഒരു ഡ്രസ്സ് നമ്മൾ മേടിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുമായിട്ട് സംസാരിച്ച് ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ മേടിക്കുക, അല്ലെങ്കിൽ അത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിൽ അത് പറയും, ഓ വേണ്ട നീ ഇത് ഇടണ്ട, ഭർത്താവിനോടാണെങ്കിൽ അല്ല ഭാര്യയോടാണെങ്കിൽ പറയേണ്ട, വേണ്ട, നോ നോ നോ, യു ടേക്ക് വാട്ട് ഐ ഹാവ് ബോട്ട് ഫോർ യു. അങ്ങനെയുള്ള ആ ഒരു ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കുക. അതുപോലെ അവോയ്ഡ് ഐസൊലേഷൻ, മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ മക്കളുമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കള്, നമ്മളുടെ അയൽവാസികൾ, ഇങ്ങനെയുള്ളവരുടെ ഒക്കെ കുറെ എന്നല്ല ഞാൻ പറഞ്ഞു, പറ്റുന്നിടത്തോളം നമ്മൾ സൗഹൃദത്തോടു കൂടി പോവുക. കാരണം നമ്മൾ ഐസൊലേറ്റഡ് ആകരുത്, അത് ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള വേറെ ആത്മഹത്യാ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാനേജ് യുവർ എക്സ്പെക്ടേഷൻസ്, അക്സെപ്റ്റ് വാട്ട് യു കനോട്ട് ചേഞ്ച്.
ചില കാര്യങ്ങളിൽ ഇതാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെ ഒരു റാഡിക്കൽ അക്സെപ്റ്റൻസിലേക്ക് വരിക, അത് നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുക. എൻ്റെ പാർട്ട്ണർക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് വേണ്ട വിധത്തിൽ ഹെൽത്തി ആയിട്ട് പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാമോ എന്നുള്ളത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പല കൗൺസിലേഴ്സും പറയുന്നുണ്ട് ഡൈവോഴ്സിലേക്ക് പോവുക എന്ന് പറയുന്നത്. റിലീസ് ദി നീഡ് ഫോർ അപ്രൂവൽ, അതായത് നമ്മൾക്ക് എപ്പോഴും അപ്രൂവലിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അത് നമ്മൾ കുറച്ചൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി നോക്കണം. കാരണം അങ്ങനെയുള്ള ഒരു ചില സ്റ്റെപ്പൊക്കെ നമുക്ക് പോകണം. അതുപോലെ തന്നെ എന്തെങ്കിലും വാലിഡേഷൻ, ഞാനത് ചെയ്തോട്ടെ, പിച്ചക്കാരൻ വരുന്നവനും അവന് എന്തെങ്കിലും ദാനധർമ്മം ചെയ്യണമോ എന്നുള്ളത് ഒരു ഭർത്താവിനോട് ചോദിച്ചിട്ടല്ലേ ഭാര്യയോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ ആകാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വാലിഡേഷൻ ഇല്ലാതെ വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ നമുക്ക് സാധിക്കും. ദെൻ പ്ലാൻ യുവർ സേഫ്റ്റി. ഒന്നാമത്തെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായി പ്രത്യേകിച്ച് നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യാവുന്നതാണ്. അധികൃതരുണ്ട്, കുടുംബക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ എവിടെയാണ് നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം കിട്ടുന്നത്, ആരോട് സംസാരിക്കുമ്പോഴാണ് അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ എമർജൻസി കോണ്ടാക്ട് നമ്പേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവരുമായിട്ട് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ നമ്മൾ കീപ്പ് ചെയ്യണം. കാരണം ഭാവിയിൽ അത് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങൾ, ഇതിപ്പോൾ എല്ലാവരെയും സംബന്ധിച്ചുള്ളതല്ല, ചിലപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക്, നമ്മുടെ വീടുകളിലേക്കോ ബന്ധുക്കളുടെ വീടുകളിലേക്കോ സുഹൃത്തുക്കളുടെ വീടുകളിലേക്കോ എവിടെയെങ്കിലും നമുക്ക് അത്യാവശ്യമായിട്ട് പോകണം. നമ്മളിപ്പം പ്രത്യേകിച്ച് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ത്രെട്ടണിങ് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നോ വെൻ ടു ലീവ്, അതായത് നമുക്ക് എപ്പോൾ പോകണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സ്വയം ചിന്തിക്കുക. അതുപോലെ തന്നെ അതേക്കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുക. ഓക്കെ, ദെൻ പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. ഇതാദ്യവും അവസാനവും ഉള്ളതാണ്. കൂടുതൽ മൈൻഡ്ഫുൾ ആകുക, നമ്മൾ ധ്യാനിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രസന്റ് മൊമെന്റിൽ ആയിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. അങ്ങനെ അത് വരുമ്പോഴേക്കും നമ്മളുടെ ആ കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളെ കുറിച്ചുള്ള ആ ഒരു വേദന അല്ലെങ്കിൽ വിഷമത്തിൽ നിന്ന് നമുക്ക് മുക്തി പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്ത് ഈ മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളുടെ ആങ്സൈറ്റി, അതുപോലെ ഇൻസെക്യൂരിറ്റി, ഇതെല്ലാം റെഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും. ദെൻ അടുത്തത് നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നിക്സ്, ഗ്രൗണ്ടിങ് ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മൾക്ക് തീർച്ചയായിട്ടും അനുദിന ജീവിതത്തിൽ നമുക്ക് അത് ഉപകാരപ്പെടും. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപഴകുന്ന സമയത്ത് നമുക്കത് സാധിക്കും. ദെൻ ബി കൈൻഡ് ടു യുവർ സെൽഫ്. സോ സെൽഫ് കമ്പാഷൻ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇത് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് അതുപോലെയുള്ള എല്ലാം ഒഴുകിപ്പോയിരിക്കുന്ന ഒരു സമയത്ത്, നമ്മുടെ പാർട്ട്ണറിൽ നിന്നുണ്ടാകുന്ന തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ തന്നെ വെറുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അല്ലാതെ നമ്മളോട് കൂടുതൽ ദയ, സ്വാനുകമ്പ അല്ലെങ്കിൽ കരുണ നമ്മളോട് തന്നെ കാണിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് കൂടുതൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉണ്ട്. ആ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് സെൽഫ് കമ്പാഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അക്നോളജ് യുവർ സ്ട്രെങ്ത്. അതുപോലെ തന്നെ നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ റിഫ്ലക്ട് ചെയ്യുക. മറ്റുള്ളവർ പറയുന്നു യു ആർ യൂസ്ലെസ്, യു ആർ ആൻ ഇഡിയറ്റ് എന്ന് പറയുന്നത് ശിരസാവഹിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ സ്ട്രെങ്തിനെ കുറിച്ച് നമ്മൾ നോക്കുക. അതുപോലെ നമ്മളെ കൂടുതൽ പ്രശാന്തത അല്ലെങ്കിൽ റെസീലിയൻസ് കൈവരിക്കാൻ വേണ്ടി നോക്കുക. നെഗറ്റീവ് സെൽഫ് ഇമേജ് മാറ്റി പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജ്, നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ആൻഡ് ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള പാർട്ട്നേഴ്സിനെ മാനേജ് ചെയ്യുന്ന രീതികൾ സാർ ഏകദേശം 20-ലധികം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മൈൻഡ്ഫുൾ ടിപ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ക്യാം അറ്റ്മോസ്ഫിയറിലേക്ക് സ്റ്റേക്കാണ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻസ് എങ്ങനെ ലിമിറ്റ് ചെയ്യാം, റിയാക്ഷൻസ് എങ്ങനെ കുറയ്ക്കാം, പിന്നെ നമ്മുടെ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് എങ്ങനെ നിലനിർത്താം, ഇങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും വളരെ വിലയേറിയ അറിവുകളാണ് സാറിന്റെ കിട്ടിയത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മെഡിറ്റേഷൻ കഴിക്കും.
എനി കമന്റ്സ് ഓൺ ദിസ്? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ്. ഈ നർസിസം എന്നുള്ളതിന്റെ മലയാളം വാക്ക് ആത്മാരാധന എന്നാണ്. ആത്മാരാധന ആത്മാരാധന പലതുണ്ട്, പക്ഷെ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കായിട്ട് ഞാൻ ആത്മാരാധന എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഏത് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത് സ്ത്രീകളെക്കാൾ? രണ്ടു കൂട്ടിലുണ്ടോ? അത് എനിക്ക് തോന്നുന്നു വേൾഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുരുഷന്മാരിലായിരിക്കും കൂടുതൽ. യെസ്, യാ. ഗ്രീക്ക് മിത്തോളജിയിലുള്ളതാണ് അതെ, അതൊരു പുരുഷനാണ് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. വെള്ളത്തിൽ ഇമേജ് കണ്ടിട്ട്, കാരണം അന്ന് കണ്ണാടിയൊന്നുമില്ല. ആദ്യമായിട്ട് ഇമേജ് വെള്ളത്തിൽ കണ്ട് തന്റെ സൗന്ദര്യം ആകർഷണനായ ആ വെള്ളത്തേക്ക് നാൾ വേറൊരു വ്യക്തിയാണ് ആ സൗന്ദര്യത്തിൽ ആകർഷണനായിട്ട് ആലിംഗനം ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് വെള്ളത്തിൽ വീണ്ടും മരിക്കുക എന്നുള്ളത് വലിയൊരു അപകടമാണ്. മനസ്സിലായത്? അതാ സൂചിപ്പിക്കുന്ന വലിയൊരു അപകടമാണ്. നമ്മൾ തന്നെ ഇല്ലാതാവുക ചെയ്യും ആയിക്കഴിഞ്ഞു. ഞാനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത്, സാറ് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു. ഞാൻ ക്ലാസ്സിലേക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് സംശയം. ഓക്കെ സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. സൈനബ മാം എന്തെങ്കിലും പറയുന്നു? ഹലോ സാർ, ആന്റണി സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാൻ കുറച്ചായി ഇതിൽ വന്നിട്ട്. അപ്പൊ അതില് സാറ്, ആന്റണി സാറ് പറഞ്ഞ പോലെ ഇത് നമ്മൾ ഒരു പാർട്ട്ണർക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പാർട്ടി അറിയാം. അപ്പൊ അതില് ഈ കുട്ടി വളരെ മാനസികമായിട്ട് ലോ ലെവലിലേക്ക് പോയിട്ട് അതിന്റെ എന്താ പറയണ എനർജി സ്റ്റേറ്റ് ഒക്കെ 0 ലെവലിലേക്ക് പോയി. പിന്നെ അത് റിക്കവർ ചെയ്യാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ട് വേണ്ടി വന്നു. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി മരുന്ന് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് ജസ്റ്റ് പയ്യെ റിക്കവറി ആവണുള്ളൂ. പക്ഷെ എന്താന്ന് വെച്ചാല് ഈ മെയില് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ഒക്കെ എന്താ പറയണ അവരുടെ എനേബിളേഴ്സ് ആയിരിക്കും. അപ്പൊ അവര് ഒരു രീതിയിലും അവരെ എന്താ പറയണ കെയർ ചെയ്യില്ല, ഡിഫെൻഡ് ചെയ്ത് തന്നെ നിൽക്കും. അപ്പൊ ആ കുട്ടി അങ്ങോട്ട് ഏറ്റവും ലോ ലെവലിലേക്ക് പോവുകയും ചെയ്യും. എസ്പെഷ്യലി അവരുടെ കുട്ടികള് അത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അത് ഒരു ഡൈവേഴ്സിന്റെ ഒരു രീതിയിലേക്ക് വരും. പക്ഷെ അത് പറ്റില്ല, കുട്ടികൾ വലുതായില്ല. തന്നെയല്ല, ഒരുപാട് വൈകിയാണ് ഇത് അറിയുന്നത്, ഈ ഒരു കാര്യം ഇങ്ങനെയാണെന്നുള്ളത്. ഒരാളെയും അടുപ്പിക്കില്ല, ഒരാളെയും കോണ്ടാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല. സാറ് പറഞ്ഞതെല്ലാം കറക്റ്റാണ്. ശരിക്കും പറഞ്ഞ വളരെ എന്താ പറയണ, വളരെ ഒരു വളരെ എന്താ പറയണ, നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നും അവരുടെ ആ ഒരു ലൈഫ്. ഓക്കെ മാം, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ബൈ. ഇല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് സാറേ, സാബു സാർ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ ട്രെയിനിലായതുകൊണ്ട് ചിലപ്പം റേഞ്ച് കട്ടായിരുന്നു. കാരണം ഇത് ഒരുപാട് കുടുംബങ്ങളിലുള്ള പ്രശ്നമാണ് സാർ. ഒരുപാട് കുടുംബങ്ങളിൽ, അതായത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പം സാറിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ക്ലാസ് സാബു സാറിനോട് ചോദിക്കണം, എന്ന് അയച്ചു തരാം. ശരി, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാറേ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇത് ശരിക്ക് കൂടുതൽ പേര് കേൾക്കണം. കാരണം ഇന്ന് സമൂഹത്തില് ഈ വളരെയധികം കാണപ്പെടുന്ന പേഴ്സണാലിറ്റീസ് ആണിത്. ഇതിന്റെ പേരൊന്നും അറിയാതെ അവരെങ്ങനെ സഫർ ചെയ്യാം. ആരാണോ കഴിച്ച ആൾക്കാർ ജീവിതകാലം മുഴുവൻ അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരെന്താ വെച്ചാൽ ഡിവോഴ്സ് അങ്ങ് ചെയ്യും. പക്ഷെ ഇത് ട്രീറ്റ്മെന്റിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇവരൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യൂലല്ലോ, ഇവർക്ക് രോഗിയാണെന്നുള്ള ആക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് ഏറ്റവും സമ്മതമില്ലാണ്ട് ട്രീറ്റ്മെന്റ് നടത്താനും പറ്റില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിചിത്രമായ അവസ്ഥ. കൗൺസിലിങ്ങിന് ചെന്നാല് പലപ്പോഴും അവര് പറയും ഡൈവേഴ്സ് ചെയ്തോളാൻ പറയും. അവരൊരു പക്ഷേ ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് പലരും കൊടുക്കാറില്ല. ഒരുപക്ഷെ നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. പാർട്ട്ണറോട് ഞാൻ പറഞ്ഞ ഇത് എല്ലാം സഹിക്കണമെന്നുള്ള ആ ഒരു വാക്കല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞത് വി ക്യാൻ ഡീൽ ഇറ്റ്. മൈൻഡ്ഫുൾ ആയിട്ട് ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഷെയർ ചെയ്ത രീതിയിൽ, അതായത് ഒത്തിരി പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒത്തിരി സഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്നൊരു സർപ്രൈസ് ആയിരിക്കും. ഒരു പക്ഷേ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലായിരിക്കും ചെല്ലുന്നത്. അപ്പം നമുക്ക് പെൺകുട്ടികളെ തന്നെ എടുക്കാം. അവർ വിവാഹിതരായിട്ട് ചെല്ലുമ്പോൾ ഒന്നുകിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയോ അപ്പനോ ആരെങ്കിലും ആയിരിക്കും. പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്നാണ് കൂടുതൽ വരുന്നത് എങ്കിൽ ഞാൻ പറഞ്ഞ അവര് കുടുംബക്കാരായിരിക്കും. അവര് അപ്പനും അമ്മയും ബാക്കിയുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യും.
അങ്ങനെയാണ്. അതുപോലെ തന്നെ അവരെ ഒത്തിരി ടാർണിഷ് ചെയ്ത് അല്ലെങ്കിൽ അവരെ മോശക്കാരായിട്ട് കണക്കാക്കി അവരെ എല്ലാ വിധത്തിലും അപമാനിക്കാനും എല്ലാം ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയും ഇത് വരുന്നില്ല. കാരണം ഇവിടെ നമ്മൾക്ക് സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളവരാണ്. അവർ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യും. പിന്നെ കൂടുതൽ ഇവിടെ 5ഉം 10ഉം വർഷം ഒരുമിച്ച് താമസത്തിന് ശേഷമാണ് അവർ പലരും വിവാഹത്തിലേക്ക് പോകുന്നത്. പക്ഷെ എന്നിട്ടും 1 വർഷം കഴിയുമ്പോൾ വിവാഹമോചനം നേടുന്ന ആൾക്കാരും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ് ഓൾ യുവർ എക്സ്പീരിയൻസസ് ആൻഡ് ഒപ്പീനിയൻസ്. യാ, താങ്ക് യു താങ്ക് യു സർ. സർ. അവർക്ക് കൂടുതൽ അവരെ നമ്മൾ ആരാധിക്കണം എന്നുള്ള ഒരു ചിന്ത കൂടുതലില്ലേ സർ? അവർ പറയുന്നതെല്ലാം ശരി, അവരായിരിക്കണം മുഖ്യ. ഗ്രാൻഡിയോസിറ്റി അല്ലെങ്കിൽ അവരാണ് ഞാൻ പറഞ്ഞല്ലോ, കടലോളം എന്ന് പറഞ്ഞ പോലെയാണ് അവർ പ്രശംസ അർഹിക്കുന്നത്. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് പക്ഷെ ഒരു പുഴയിലുള്ളത് പോലെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാൻ മേലാത്തവരുണ്ടാകും പലപ്പോഴും. ഞാൻ പറഞ്ഞ വിവാഹിതരായിട്ട് ചെല്ലുന്നവർ, പ്രത്യേകിച്ച് നമ്മളിന്ന് പാർട്ട്ണറിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള അവസരം അവർ ചെല്ലുമ്പോഴേക്ക് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടത്ര എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് MA PhD ഒക്കെ ഉണ്ടാകും. പക്ഷെ ഈ കാര്യത്തിൽ അവർക്ക് വേണ്ടത്ര അറിവില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വിഷമിച്ചു പോകും. കാരണം ഇതെന്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. അവര് ഒത്തിരി ആത്മപ്രശംസ മറ്റുള്ളവരിൽ നിന്ന് അഡ്മിറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി ടൈപ്പുകൾ ആയിട്ടുള്ള നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസോർഡർ ഉള്ളവരുണ്ട്. അപ്പൊ അവർ വിഷമിച്ചു പോകും. കാരണം നമ്മൾ എന്തേരെ കൊടുത്താൽ അവർക്ക് മതിയാകില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, ഷാജ് സാർ. പെട്ടെന്ന് കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴേ അങ്ങോട്ട് ആർക്കും മനസ്സിലാക്കിയല്ല. കാരണം എന്താന്ന് വെച്ചാ ഇങ്ങനെയൊന്നും ചിന്തിച്ചോണ്ടല്ലല്ലോ പോകുന്നത്. പിന്നെ ഒരുപാട് സഹിച്ചു കഴിയുമ്പോ ആരെങ്കിലും പറഞ്ഞാണ് ഇതെങ്ങാനും ആയിരിക്കും എന്ന് മനസ്സിലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ഓക്കെ, താങ്ക് യു മാം. സാർ എന്തെങ്കിലും ചോദിക്കാൻ ഉദ്ദേശിച്ചായിരുന്നോ? ആരോ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നല്ലോ ഒരാള്. ഇല്ല സാറേ. ഇല്ല. ഓക്കെ, നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം സാർ. ഓക്കെ, മെഡിറ്റേഷനിലേക്ക് പോകാം. കേൾക്കാമോ സാറേ? കേൾക്കാം. സാറേ, എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഓക്കെ, നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ. ആത്മാരാധകരായ പങ്കാളിയോടൊപ്പം ജീവിക്കാനുള്ള മാർഗനിർദ്ദേശ ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാന്തവും സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തി തടസ്സങ്ങള് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളില്ലാതെ ഇരിക്കുക. ഏറ്റവും സുഖപ്രദമായ ഒരു ഇടം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് കരുതുന്നു. ധ്യാനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾക്ക് ഇരിപ്പിടങ്ങളിൽ വേണ്ടത്ര സുഖപ്രദമായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാം. നിങ്ങളുടെ വസ്ത്രത്തെ ഏതെങ്കിലും തരത്തിൽ റീഅഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ ചെയ്യാം. നിങ്ങൾ കണ്ണട ധരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അത് മാറ്റിവെക്കാം.
ശാരീരികവും മാനസികവുമായി ധ്യാനത്തിനുള്ള ആ തയ്യാറെടുപ്പ് ഈ നിമിഷം നമുക്ക് ചെയ്യാം. ധ്യാനിക്കാൻ അടുത്ത 20 മിനിറ്റ് ധ്യാനിക്കാനുള്ള പൂർണ്ണമായി നിങ്ങൾ സന്നദ്ധരായെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ സാവധാനം അടയ്ക്കാം. ഈ നിമിഷത്തിലേക്ക് സ്വയം എത്തി ശാരീരികമായും മാനസികമായും വിശ്രമിക്കുവാൻ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. ആദ്യമായി നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിരിമുറുക്കങ്ങളോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുവെങ്കിൽ അത് തിരിച്ചറിയുക, അംഗീകരിക്കുക, അതിനോട് പ്രതികരിക്കാതിരിക്കുക. ആദ്യമായി നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിക്കാം. ആഴത്തിലുള്ള ശ്വാസം 3 പ്രാവശ്യം എടുക്കുക. നിങ്ങളുടെ ശ്വാസകോശം പൂർണ്ണമായും വായു കൊണ്ട് നിറയ്ക്കുക. 1 നിമിഷം പിടിച്ചു നിർത്തുക. അതിനുശേഷം മൂക്കിലൂടെ തന്നെ പതുക്കെ ശാന്തമായി നിങ്ങൾക്ക് നിശ്വസിക്കാം. നിങ്ങൾ ശ്വാസോച്ഛ്വാസത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും ധ്യാനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിലെ സമ്മർദ്ദങ്ങളും മാനസികമായിട്ടുള്ള ഏതെങ്കിലും നിഷേധാത്മകമായ വികാരങ്ങളോ ചിന്തകളോ അനുഭൂതികളോ ശാന്തമായി സാവധാനം മാറിക്കൊള്ളും. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ വിശ്രമത്തിനായി സ്വയം അനുവദിക്കുക. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ആ ഇരിപ്പിടവുമായി കസേരയാകാം അല്ലെങ്കിൽ തറയാകാം, നിങ്ങളെ താങ്ങി നിർത്തുന്ന ആ ഇരിപ്പിടത്തിന്റെ ആ പോയിന്റിലേക്ക് നിങ്ങളുടെ അവബോധം കൊണ്ടുവരിക. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പിന്തുണ ഒന്നുകിൽ ഭൂമിയിൽ നിന്നാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്നാകാം. അതിനെക്കുറിച്ച് അവബോധമുള്ളവരാകുക. ഇവിടെ പൂർണ്ണമായും നിങ്ങൾ സന്നിഹിതരാകുകയും നിലയുറപ്പിക്കുകയും ചെയ്യുക. ഈ നിമിഷത്തിൽ, ഈ ധ്യാന സമയത്ത്, ഈ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ആ ചുറ്റുപാടിൽ മാനസികമായും ശാരീരികമായും വൈകാരികമായും നിങ്ങൾ സുരക്ഷിതരാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഈ ഇരിപ്പിടത്തിൽ നങ്കൂരമിടുകയും ശക്തമായി നിങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതായി വിശ്വസിക്കുക.
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ വേരൂന്നിയവരാണെന്നും പൂർണ്ണമായ സുരക്ഷിതത്വവും സ്ഥിരതയും അനുഭവിക്കുവാൻ ഈ നിമിഷത്തെ അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന നിമിഷങ്ങളെ നിങ്ങൾ സ്വയം സമർപ്പിക്കുക. ഈ നിമിഷം സ്നേഹവും ദയയും ഭാവാത്മകതയും നിറഞ്ഞു നിൽക്കുന്നതായി നിങ്ങൾക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതായി സങ്കല്പിക്കുക. നിഷേധാത്മകത, വിമർശനം, കുറ്റപ്പെടുത്തൽ, അപമാനകരമായ സംസാരം എന്നിവയെ ഈ നിമിഷത്തിൽ നിങ്ങളെ ബാധിക്കുകയില്ല. ഓരോ ശ്വാസോച്ഛ്വാസവും ഓരോ നിമിഷവും നിങ്ങളെ കൂടുതൽ സ്വതന്ത്രരും ശക്തിയുമുള്ളവരാക്കി തീർക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുക. മറ്റുള്ളവരുടെ ദോഷകരമായ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാണ്. നിങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും ശാന്തമായും നിങ്ങളിൽ തന്നെ കേന്ദ്രീകൃതമായും തുടരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആഴത്തിലും ശാന്തമായും ശ്വസിക്കുന്നത് തുടരുമ്പോൾ ഇനി പറയുന്ന ഏതാനും സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അഫർമേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആഴ്ന്നിറങ്ങുവാനും ആത്മവിശ്വാസവും ശക്തിയും നിറയ്ക്കുവാനും സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതിനായി തയ്യാറാകുക. ഞാൻ താഴെ പറയുന്ന സ്ഥിരീകരണങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായ ആ ഭാഷയിൽ അവരവരുടേതായ ആ ജെൻഡർ അനുസരിച്ച് വാക്കുകൾ മാറ്റി പറയാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ സ്വയം ഇപ്രകാരം പറയുക: ഞാൻ ശക്തനും കഴിവുള്ളവനും പ്രതിരോധ ശേഷിയുള്ളവനുമാണ്. ഞാൻ ശക്തനും കഴിവുള്ളവനും പ്രതിരോധ ശേഷിയുള്ളവനുമാണ്. ആനന്ദ വികാരങ്ങളിൽ വിശ്വസിക്കുകയും എന്റെ അതിരുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ വികാരങ്ങളിൽ വിശ്വസിക്കുകയും എൻ്റെ അതിരുകളെ ബഹുമാനിക്കുകയും ചെയ്യുന്നു.
ഞാൻ ബഹുമാനവും ദയയും അർഹിക്കുന്നു. ഞാൻ ബഹുമാനവും ദയയും അർഹിക്കുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ഞാൻ ഉത്തരവാദിയല്ല. മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും പ്രവൃത്തികൾക്കും ചിന്തകൾക്കും ഞാൻ ഉത്തരവാദിയല്ല. എന്റെ സമാധാനവും ക്ഷേമവും സംരക്ഷിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. എന്റെ സമാധാനവും ക്ഷേമവും സംരക്ഷിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ ഹൃദയയിടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ സാവധാനം കൊണ്ടുവരിക. അവിടെ ഊഷ്മളവും സൗമ്യവുമായ വെളിച്ചം എപ്പോഴും നിങ്ങൾക്കുണ്ടാകും. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഈ പ്രകാശം കൂടുതൽ ഊഷ്മളവും കൂടുതൽ ആശ്വാസകരവുമായി വളരട്ടെ. അതെ, വലതു കൈ നെഞ്ചിന് മുകളിലായി വെച്ച് സ്വാനുകമ്പ അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള ആ കരുണ വർദ്ധിപ്പിക്കുന്നതിനായി നമുക്ക് ചില സ്ഥിരീകരണങ്ങൾ ആവർത്തിക്കാം. ഞാൻ എന്നെ തന്നെ നിരുപാധികമായി സ്നേഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ നിരുപാധികമായി സ്നേഹിക്കുന്നു. എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞാൻ നിരുപാധികമായി ക്ഷമിക്കുന്നു. എന്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഞാൻ നിരുപാധികമായി ക്ഷമിക്കുന്നു. അടുത്തത് ആത്മാരാധകരായ വ്യക്തികളിൽ നിന്നുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിമർശനങ്ങൾ, ശാരീരികമോ മാനസികവുമായ വേദനകൾ ഉണ്ടെങ്കിൽ വേദനിക്കുന്ന നിങ്ങളുടെ ആന്തരിക ശിശുവിനെ
ആലിംഗനം ചെയ്ത് ആ ശിശുവിനെ പൂർണ്ണമായും സ്നേഹവും കരുണയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. വേദനിക്കുന്ന, അംഗീകാരം കിട്ടാതെ അലയുന്ന അല്ലെങ്കിൽ നിലവിളിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലെയും ആ ആന്തരിക ശിശുവിനെ നിങ്ങൾ സ്വയം ആലിംഗനം ചെയ്യുക. ഒരു ശിശുവിനെ എത്ര കരുണയോടും സ്നേഹത്തോടും കരുതലോടും കൂടിയാണോ നിങ്ങൾ ആലിംഗനം ചെയ്യുന്നത്, അതേ സ്നേഹവും കരുണയും കരുതലും നിങ്ങളുടെ ആന്തരിക ശിശുവിനോട് കാണിക്കുക. സ്വയം ആലിംഗനം ചെയ്യുക. കൂടുതൽ സ്നേഹവും അനുകമ്പയും നിങ്ങളിൽ ഓരോരുത്തരിലും വളരട്ടെ. അവസാനമായി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം: ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും ദയയ്ക്കും യോഗ്യനാണ്. ഞാൻ സ്നേഹത്തിനും ബഹുമാനത്തിനും ദയയ്ക്കും യോഗ്യനാണ്. ഞാൻ എൻ്റെ പരമാവധി കാര്യങ്ങൾ അതിനായി ചെയ്യുന്നു. എനിക്കത് മതി. ഞാൻ എൻ്റെ പരമാവധി കാര്യങ്ങൾ അതിനായി ചെയ്യുന്നു. എനിക്കത് മതി. നമുക്ക് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരികെ വരാം. പൂർണ്ണമായ ശാരീരികമായ അവബോധം നിങ്ങൾ വീണ്ടെടുക്കുക. നിങ്ങൾ ഇരിക്കുന്ന മുറിയെക്കുറിച്ച്, നിങ്ങളുടെ ഇരിപ്പിടത്തെക്കുറിച്ച്, നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് പൂർണ്ണമായ അവബോധം വീണ്ടെടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ സാവധാനം തുറക്കുക. ധ്യാനം അവസാനിച്ചു. Good evening again. സാറേ, മറ്റുള്ളവരുടെ അത് യെസ് യാ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, റോയ് സാർ സ്റ്റാർട്ട് ചെയ്യും. ഹലോ സാർ, ഈ ദാമ്പത്യ ജീവിതത്തിലെ ഈ ആത്മാരാധകരമായിട്ട് ചിലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് പേടി. ഇത് തിരിച്ചറിയുകയും അത് ആത്മാരാധന അല്ലെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് കാണുകയും ചെയ്യുന്ന ഒരു ഇത് വരുമോ എന്ന് എനിക്കൊരു സംശയം. ഇപ്പോൾ സാർ പറഞ്ഞതിൽ ഹൗ ടു കോപ്പ് വിത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി പാർട്ട്ണർ എന്ന് പറഞ്ഞ ഭാഗം ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സാർ പറഞ്ഞല്ലോ, പ്രകോപിതനാവാതെ പെരുമാറുക ഒന്നത്. രണ്ട്, എമ്പതറ്റിക്കായി വ്യക്തിയെ കാണുക. പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക. സ്ഥലകാല ബോധം ഉണ്ടാവുക. റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നേടിയാൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സംശയം വേണം. പിന്നെ അതുപോലെ
ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ നാർസിസ്റ്റിക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുള്ള ഒത്തിരി പേരുടെ ദാമ്പത്തിക ജീവിതം കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അവരുടെ കുഴപ്പങ്ങൾ കാണാൻ മനസ്സിലാക്കി. പക്ഷേ അവരുടെ ഈ നാർസിസ്റ്റിക് ആയിട്ടുള്ള പങ്കാളിയുടെ ചില ഗുണങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ അവരിൽ ഒരു വിഷയം അവർക്കൊരു ഇതുണ്ടാകുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സാറ് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും അവർക്ക് എത്ര കിട്ടിയാലും പോരല്ലോ. അപ്പൊ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ചറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരിൽ ഒരു ഇത് വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിവേ സാറിങ്ങനെ ഓരോ ഇത് പറയുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ കടന്നുപോയിട്ടുള്ളതുമായ പല വ്യക്തികളുടെയും ഈ ഇതിൽ കൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റിയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു സമീപനം ആണ് നേടുന്നതിന് ഉതകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുമെന്നുള്ളതിന് നല്ല ആത്മവിശ്വാസം. പിന്നെ ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം സാർ പറഞ്ഞെങ്കിൽ അവസാനമായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലാണ് അത് വീണ്ടും കൂടുതൽ വിഷയം ഉണ്ടാക്കുമോ എന്നാണ് എനിക്കൊരു സംശയം. സ്വന്തം പാർട്ട്ണറുടെ നാർസിസ്റ്റിക് ബിഹേവിയർ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ആവശ്യമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. എനിക്ക് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ സിക്നസ് ഉള്ള ആളുകളുടെ ഗ്രൂപ്പുകളുണ്ട്. ഇതുപോലെ ഒട്ടനവധി ഗ്രൂപ്പുകൾ. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഗോസിപ്പിംഗ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപക്ഷെ ഞാനത് വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞില്ലായിരിക്കാം. അതായത് ഇങ്ങനെ ഇതുപോലെയുള്ള ആളുകൾ, അതായത് അങ്ങനെ ഭർത്താക്കന്മാരുണ്ടായിരിക്കും, ഭാര്യമാരുണ്ടായിരിക്കാം, അങ്ങനെ അവരോട് വിശ്വാസമുള്ള അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പോസിറ്റീവായിട്ട്, അല്ലാതെ അത് ഇങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുക ആ അർത്ഥത്തിലല്ല. ഇതുപോലെ ആ വാക്ക് ഞാൻ ഉപയോഗിച്ചായിരുന്നു, സമാനമായ അനുഭവങ്ങൾ ഉള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. നമ്മുടെ എന്റെ എക്സ്പീരിയൻസ് സാറുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് പോലെ ആ രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോസിറ്റീവായിട്ടാണ്. എങ്ങനെ അവർ ഡീൽ ചെയ്യുന്നുള്ള വിവരം കൂടെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റുമല്ലോ, സമാനമായിട്ടുള്ള ആൾക്കാർ. അതെ, അപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്താണ്, മറ്റുള്ളവരുടേത് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ വേണമെങ്കിൽ ഇപ്പൊ ഇതിനെല്ലാം ഒത്തിരി ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ടെലിഫോൺ ഉണ്ട്. കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വീട്ടിൽ പോയി ഏലിയാമ്മേനെ കണ്ട് എടി ഏലിയാമ്മ ഇങ്ങനെയായിരുന്നിട്ട് എന്റെ ഭർത്താവ് ഇങ്ങനെയാണെന്ന് പറയേണ്ട ആ ഒരു അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്കിങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ആ രീതിയിൽ എടുക്കാം. നമ്മളും തന്നെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അവർ ഇങ്ങനെ ഡീൽ ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തു, നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്ക് ഗൈഡ്ലൈൻസ് ഇട്ട് കൊടുക്കും. ഓക്കെ. ഏതായാലും ഇത് ഈ സാറിൻ്റെ പഴയ ക്ലാസ്സുകൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഗെയിൻ ചെയ്യുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി ശരിക്കും സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം ഉള്ള ആളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പാർട്ട്ണർ ചെയ്യേണ്ടത്, അല്ലേ സാറേ? അത് മനസ്സിലാക്കിയാൽ തന്നെ അടുത്ത സ്റ്റേജ് മാനേജ് ചെയ്യാൻ സ്വല്പം കൂടെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എമ്പതിയോടുകൂടി ഇത് ചെയ്യാമല്ലോ. അവിടെയാണല്ലോ എമ്പതി പ്രയോഗിക്കാൻ നോക്കുന്നത്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നോ ഇതിങ്ങനെയാണെന്നൊക്കെ തോന്നുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് പലപ്പോഴും വ്യക്തികൾ. ഇത് ഇങ്ങനെ പറയാം, നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെയാണെന്ന്. അപ്പൊ ഇത് ശരിക്കും നമ്മളെ സംബന്ധിച്ചോളം ഈ അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു മൈൻഡ്ഫുൾനെസ് അപ്രോച്ചിലൂടെ തന്നെ ഈ വ്യക്തിയെയും നമ്മളെയും ആ വ്യക്തിയെക്കാൾ കൂടുതൽ നമ്മളെ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ അതിനെ നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാം. ഈ സമയത്ത് എനിക്ക് ഒരു കാര്യം കൂടി, നമ്മളിപ്പം കുറച്ച് പേരോടെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. അതായത് പലപ്പോഴും നമ്മളിപ്പോ ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, അതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ അടുത്ത നാളിൽ വിവാഹിതരായി വരുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളായിട്ടുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ വീട്ടുകാർ കണ്ടമാനം ഇടപെടാതിരിക്കുകയാണെങ്കിൽ, അവരും കുറെ കൂടി മൈൻഡ്ഫുൾ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുറെ പെട്ടെന്നും അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ
വീട്ടുകാർ ചിലപ്പം പെണ്ണിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടുകാർ ഇങ്ങനെയുള്ള ആ ചിലപ്പോൾ അനാവശ്യമാണ്, കാരണം അവർ മൈൻഡ്ഫുൾ അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ആ പോയിന്റ് ആണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ആകെപ്പാടെ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ആരുടെയും സൈഡ് ചേരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ഈ രംഗം വളരെ വഷളാകുകയുള്ളൂ. അപ്പൊ അവരും വാസ്തവത്തിൽ ഒരു മൈൻഡ്ഫുൾ എഡ്യൂക്കേഷന്റെ ഒരു ഭാഗമായി അവർ മാറണം, അല്ലെങ്കിൽ അങ്ങനെയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇത് കൂടുതൽ എളുപ്പത്തില് പെട്ടെന്നും എളുപ്പത്തിലും നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഉദ്ദേശിച്ചതല്ല സാറേ, ഈ പറഞ്ഞ പോലെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ വരുമ്പോഴത്തേക്കും പാർട്ട്ണറുടെ വിവരങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടുകാരോടും അടുപ്പമുള്ളവരോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുവഴി വീണ്ടും ഈ ബന്ധം മോശമാവുന്ന രീതിയിലുള്ള ഡീലിങ്സ്. അവരാരും ഇത് ഡീൽ ചെയ്യാനുള്ള ക്ഷമയൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കുകയല്ലോ പാർട്ട്ണർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ സാറിന് ദോഷം ചെയ്യുമെന്ന് പറയാനുള്ള കാരണം അതാണ്. ഓക്കെ സാർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? കാരണം ഇതൊരു ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അറിവുകൾക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇതൊരു കോമൺ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ആരണി സാറ് നൽകിയ ആ ഇൻഫർമേഷനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും അതുപോലെ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെട്ട് വർക്ക് ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാം എല്ലാവരും ഒരു കൗൺസിലിംഗ് ഒക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകളാണ്. അവിടെ എന്തെങ്കിലും സ്കൂളിൽ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. എനിബഡി എൽസ് എന്തെങ്കിലും ചോദിക്കാൻ? അടുത്ത ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞോളൂ സാർ. അടുത്ത ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ക്ലാസ് നമുക്ക് നാർസിസ്റ്റിക് ആയിട്ടുള്ള മാതാപിതാക്കൾ, അവരുടെ ആ മക്കളെ കുറിച്ചാണ്. ഞാൻ കൃത്യം അതിന്റെ ടോപ്പിക്ക് ഞാൻ പറയാം. അതായത് പറയാന്ന് പറഞ്ഞാൽ മക്കൾ ഇങ്ങനെയുള്ള നാർസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസിൽ നിന്ന് പാർട്ട്ണറിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന മക്കളെ എങ്ങനെ നമുക്ക് മൈൻഡ്ഫുൾ ആക്കാം, അല്ലെങ്കിൽ മൈൻഡ്ഫുൾ വേ ഹൗ ടു ഡീൽ വിത്ത് ദോസ് ചിൽഡ്രൻ. കാരണം നമ്മള് ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഇപ്പൊ റോയ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ട്. അത് ഇവിടുത്തേതാണ്, ഇവിടുത്തെ മലയാളികളുടെ ഇടയിലുള്ളതൊക്കെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഞാനത് പറയാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയക്കുറവുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ ക്ലാസ് മാത്രമല്ല, ഒരു 20 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷൻ ആയിട്ട് നീക്കി വെക്കണം, ഇതുകൊണ്ടൊക്കെയാണ്. അപ്പൊ ഇതുപോലെയുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേരൻസിന്റെ കൂട്ടത്തിൽ വളർന്ന് വന്നിട്ടുള്ള മക്കളെയൊക്കെ ഞാൻ പലപ്പോഴും ഇവിടെ കാണാറുണ്ട്. ഞാൻ അവരുമായിട്ട് എനിക്ക് പല ചെറുപ്പക്കാരും ആയിട്ട് എനിക്ക് ബന്ധങ്ങളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ അതും കൂടി പറയുന്നത് നല്ലതാണ്. ഇതിങ്ങനെയുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വിഷയങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ ആ വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കും. അതായത് ഈ മക്കൾ അത് നമ്മൾ കാണാതെ പോകരുത്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല വീട്ടിൽ നടക്കുന്നത്. അതിന്റെ പേരിൽ ഒത്തിരി സൈക്കോസൊമാറ്റിക് ആയിട്ട്, അതുപോലെ തന്നെ മാനസികമായിട്ട്, വൈകാരികമായിട്ട് വളർച്ച പ്രാപിക്കാത്ത ഒത്തിരി മക്കള് നമ്മളുടെ ചുറ്റുമുണ്ട്. അവരെ കൂടി നമ്മളൊന്ന് അറിയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൂടി ഞാനൊന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊന്നും ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നാളെ ദിവസം നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തിന്റെ ദിവസമാണ്. സമഗ്രമായ ആരോഗ്യത്തിലേക്ക് നമുക്ക് നാളെ കാണാം. സോ അരുണി സാർ, ഒരിക്കൽ കൂടി ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ശുഭരാത്രി. ഓക്കെ, ബൈ ബൈ. ബൈ.